ശതമാനം മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതെന്താണ് സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും? നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന മറ്റൊരു ഏരിയ ഇങ്ങനെയല്ല ഉപയോഗിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഗുഡ് മോർണിംഗ്, ഞാൻ ഐവി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, മൈൻഡ് സൊല്യൂഷൻ ക്ലിനിക്. മൈൻഡ് സൊല്യൂഷൻ ക്ലിനിക് അവതരിപ്പിക്കുന്ന പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സൈക്കോളജിസ്റ്റുകൾ എന്താണ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ്. യൂഷ്വലി നമ്മൾ സൈക്കോളജിനെ കേൾക്കുമ്പോഴത്തേക്കും കുറെ മിത്തുകൾ വരാറുണ്ട് അല്ലെ. സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണ്. സൈക്കോളജിസ്റ്റുകൾ അപ്രോച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റുകൾ അപ്രോച്ച് ചെയ്യുന്നത് ഭ്രാന്തുള്ളവരാണ്. അങ്ങനെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നിന്ന് ഈ മിത്തെല്ലാം നമ്മൾ ഡീകോഡ് ചെയ്ത് എന്താണ് ഫാക്ട് എന്ന്, എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ കൂടെ ഇന്നുള്ളത് മൈൻഡ് സൊല്യൂഷൻ ക്ലിനിക്കിന്റെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ബസ്ലി അലക്സാനിയൽ സാറാണ്. സോ ഇന്നത്തെ ഒരു ഡിസ്കഷനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഇൻസൈറ്റ്സ് കിട്ടുമെന്ന് നോക്കാം. സോ സർ, ഗുഡ് മോർണിംഗ്. സോ നമ്മൾ യൂഷ്വലി കേൾക്കുന്ന ഒരു മിത്താണ്, നമ്മൾ നമ്മുടെ ബ്രെയിനിന്റെ 10% മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതൊരു മിത്താണ്. അപ്പൊ സാർ അതിൽ എന്ത് ഇൻസൈറ്റ്സ് ആണ് തരാൻ പറ്റുന്നത്? പലപ്പോഴും ഈ മോട്ടിവേഷണൽ ട്രെയിനിങ്ങിലൊക്കെ പലരും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ 10% ബ്രെയിനെ ഉപയോഗിച്ചിട്ടുള്ളൂ, ബാക്കി ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നമ്മൾ സക്സസിലേക്ക് എത്താത്തത് എന്നുള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യനെ ആനിമൽസിൽ നിന്ന് ഡിഫറെന്റ് ആക്കുന്നത് നമ്മുടെ ഫ്രോണ്ടൽ ലോബാണ്. ഈ ഫ്രോണ്ടൽ ലോബിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു വലിയ നെറ്റ്വർക്ക് ആണ്. നമുക്ക് പ്ലാൻ ചെയ്യാൻ, എക്സിക്യൂട്ട് ചെയ്യാൻ, മെമ്മറൈസ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കുന്നതുകൊണ്ടാണ്. ഈ ഒരു ഏരിയാസ് കൃത്യമായിട്ട് എല്ലായ്പ്പോഴും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, അതിന്റെ ആവശ്യത്തിനനുസരിച്ച് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. നിലവിലുള്ള ഒരു സ്റ്റഡീസും തന്നെ ബ്രെയിനിന്റെ ഏതെങ്കിലും ഒരു ഏരിയാസ് ആരെങ്കിലും അത് അണ്ടർ യൂട്ടിലൈസ്ഡ് ആണെന്ന് പറയുന്നില്ല. നമുക്ക് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസിൽ എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത് സയന്റിഫിക് എവിഡൻസസ് ആണ്. അപ്പൊ അതിൽ MRI സ്കാൻസിലോ അല്ലെങ്കിൽ മറ്റു സ്റ്റഡീസിലോ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്ലെയിം പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം പലപ്പോഴും അവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം, ഇപ്പം ഡിപ്രഷനോ ആങ്സൈറ്റിയോ അല്ലെങ്കിൽ മറ്റ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരത് മിസ്ഇന്റർപ്രറ്റ് ചെയ്യാനും സെൽഫ് ബ്ലെയിം ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഒരിക്കലും ശരിയല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ബ്രെയിനിന്റെ 10% മാത്രമല്ല യൂസ് ചെയ്യുന്നത്. അങ്ങനെ വിചാരിച്ചു വെച്ചിട്ടുള്ളത് അതൊരു മിത്തായിട്ട് മാത്രം കാണാം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റുകളും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എല്ലാരും വിചാരിച്ചേക്കുന്നത് രണ്ടുപേരും ഒരേ ക്വാളിഫിക്കേഷനിലുള്ളവരാണ്. പിന്നെ വേറൊരു മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് കഴിച്ചാൽ മാത്രം നമ്മുടെ രോഗം വിട്ടുമാറും അല്ലെങ്കിൽ ആ സിംറ്റംസ് കുറയും. അപ്പൊ ഇതിൽ എന്താ സാറിന് ആഡ് ഓൺ ചെയ്യാനുള്ളത്? എന്താണ് സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്? അതായത് ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂവിനെ നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ ആ അഡ്രസ് ചെയ്യുന്ന മോഡല് ബേസ് ചെയ്തിട്ടാണ് ശരിക്കും ഈ പ്രൊഫഷണൽ ബൗണ്ടറി ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ വരുമ്പോൾ അവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് ബയോ സൈക്കോ സോഷ്യൽ മോഡലാണ്. പക്ഷെ ഈ പറയുന്ന ബൗണ്ടറിയിൽ ചില ഡിഫറൻസ് പലപ്പോഴും വരാറുണ്ട്. അതായത് ബയോ സൈക്കോ സോഷ്യൽ ആസ്പെക്റ്റിൽ നമ്മളൊരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ എടുക്കുമ്പോൾ ഒരു ബയോളജിക്കൽ ആസ്പെക്റ്റിനെ പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യുന്നത് എപ്പോഴും ഒരു സൈക്കാട്രിസ്റ്റ് ആയിരിക്കും. ആ സൈക്കാട്രിസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MBBS, അതിനുശേഷം സൈക്കാട്രിയിൽ PG ഉള്ള ഒരാളായിരിക്കും, ഒരു ഡോക്ടറായിരിക്കും. അതേസമയം ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് സൈക്കോളജിയിൽ ഒരു ഡിഗ്രിയും അല്ലെങ്കിൽ ഒരു PGയും അതിനുശേഷം റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ക്വാളിഫിക്കേഷൻ വരുന്ന ക്ലിനിക്കൽ സൈക്കോളജിയിലുള്ള ഒരു ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു MPhil കോഴ്സും കൂടി ഉള്ളതായിരിക്കും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. MPhil മാത്രമല്ല, നിലവിൽ PG ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ സൈക്കോളജി ഉണ്ട്. കൂടാതെ സൈഡ് എന്ന കോഴ്സും ക്ലിനിക്കൽ സൈക്കോളജി എന്ന ഒരു ഫീൽഡിൽ ഉണ്ട്. അപ്പൊ ഇത്തരം കോഴ്സുകളൊക്കെ എടുത്തത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളതാണ്. ഇനി മൂന്നാമത്, അതായത് ഈ സ്പെക്ട്രത്തിൽ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് അഡ്രസ് ചെയ്യുന്നതാണ് സൈക്കോളജിസ്റ്റ്. അയാളുടെ ഇമോഷൻസ്, ബിഹേവിയർ, അയാളുടെ തോട്ട്സ്, ഇത്തരം കാര്യങ്ങൾ ഒക്കെ അഡ്രസ് ചെയ്യാനായിട്ട് ഒരു സൈക്കോളജിസ്റ്റിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന മറ്റൊരു ഏരിയ കൂടിയാണ്, ദാറ്റ് ഈസ് സോഷ്യൽ ഫാക്ടേഴ്സ്. അതായത് നമ്മുടെ സമൂഹം, തീർച്ചയായിട്ടും ആ സമൂഹത്തിനെ ഈ പറയുന്ന രോഗവുമായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതിന് പല
കാരണങ്ങളുമുണ്ട്, അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് കണക്ട് ചെയ്യുന്നതിൽ പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ഒരു സോഷ്യൽ വർക്കറിന്റെ ഇമ്പോർട്ടൻസ് പലപ്പോഴും വിട്ടുപോകാറുണ്ട്. അപ്പം ഈ ബയോ സൈക്കോ സോഷ്യൽ ആസ്പെക്റ്റില് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ടാവാം, ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ടാവാം, ഒരു സോഷ്യൽ വർക്കർ ഉണ്ടാവാം. ഈ ഒരു കൂട്ടു ഉത്തരവാദിത്തത്തിലാണ് ഈ മെന്റൽ ഹെൽത്തിനെ ശരിക്കും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ മരുന്ന് കഴിച്ചാൽ മാത്രം നമ്മുടെ അസുഖം മാറും എന്നുള്ളൊരു സംഭവം ഉണ്ട്. അതുകൊണ്ട് ഒന്നെങ്കിൽ സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് അടുത്ത് പോയാൽ മതി. പക്ഷെ യൂഷ്വലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സൈക്കോളജിസ്റ്റുകൾ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. പക്ഷെ അവർക്ക് അല്ലെങ്കിൽ ഒരു സൈക്കോ തെറാപ്പിയും കൊണ്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകാൻ പറ്റുന്ന ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അൺഹെൽത്തി പാറ്റേൺസ് ബ്രേക്ക് ചെയ്യുക, തോട്ട് പ്രോസസ്സസ് ആയിക്കോട്ടെ, ഇമോഷൻസ് ആയിക്കോട്ടെ. യൂഷ്വലി ആൾക്കാർ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സൈക്കോളജിസ്റ്റ് അടുത്ത് പോകണ്ട. കാരണം നമ്മുടെ മൈൻഡ് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ഓക്കെയാണ്. ഇപ്പൊ നമുക്കൊരു വിഷമമുണ്ട്, ഒരു സങ്കടമുണ്ട്, അപ്പം അത് ചിന്തിക്കുമ്പോഴാണല്ലോ നമുക്ക് ട്രിഗേർഡ് ആകുന്നത്. അപ്പൊ അത് ചിന്തിക്കാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളാണെങ്കിൽ ജോലിക്ക് പോകുന്നു, പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വായിക്കുന്നു, അങ്ങനെ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്നു. പക്ഷെ ഒരു ഡിസ്ട്രാക്ട് ചെയ്യേണ്ടെന്നല്ല, അല്ലെങ്കിൽ നമ്മൾ എൻഗേജ്ഡ് ആവേണ്ട ടാസ്ക് ആക്ടിവിറ്റീസ് ഒന്നും എൻഗേജ്ഡ് ആവേണ്ടെന്നല്ല. പക്ഷെ നമ്മൾ എപ്പോൾ നമ്മുടെ ഇമോഷൻസിനെ ഫേസ് ചെയ്യാൻ പഠിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ എങ്ങനെ മാനേജ് ചെയ്യാം, കോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഹെൽത്തി ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സൈക്കോതെറാപ്പിയിൽ മാത്രമാണ് പഠിക്കാൻ പറ്റുന്നത്. അതുപോലെ ഒരു റിലാപ്സ് പ്രിവെൻഷൻ, നമ്മളിപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ വീണ്ടും നമ്മുടെ ലൈഫിൽ റിപ്പീറ്റ് ആയി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം, ഒരു സ്ട്രെസർ വരുമ്പോൾ, ഒരു ട്രിഗർ വരുമ്പോൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഇതൊക്കെ നമുക്ക് സൈക്കോതെറാപ്പിയിൽ മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം മരുന്ന് കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുന്നതല്ല, പക്ഷെ റാദർ ദാൻ ഒരു കോപ്പിംഗ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യുക, ഒരു ലൈഫ് സ്റ്റൈൽ പാറ്റേൺ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് ഒരു ഹെൽത്തി വെൽബീയിങ് കൂടി സൃഷ്ടിക്കുക എന്നുള്ളതാണ് സൈക്കോതെറാപ്പിയുടെ ഒരു മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ ഇതിനോട് അനുബന്ധിച്ചൊരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മളിപ്പം കുറെ ഫേക്ക് സൈക്കോളജിസ്റ്റുകളെ കാണുന്നുണ്ട്. ഈവൻ തോ അവർക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല, ഒരു അപ്രോപ്രിയേറ്റ് ഡിഗ്രി പോലും ഇല്ല, പക്ഷെ അവരുടെ പേരിന്റെ കൂടെ ചിലർ ലൈഫ് കോച്ച് നേടും, ചിലർ മോട്ടിവേഷൻ സ്പീക്കർ നേടും, ചിലർ സൈക്കോളജിസ്റ്റുകൾ തന്നെ ഇടും, എന്നിട്ട് അത് പ്രാക്ടീസിൽ ഇരിക്കുന്നുണ്ട്. സോ അത് ആക്ച്വലി എത്തിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ അത് അഡ്രസ് ചെയ്യപ്പെടേണ്ടത് ഒരു നീഡാണ്. സാറിന് അതിനെ പറ്റി എന്താണ് പറയാൻ? അതില് തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു കോച്ച് ഒരാളുടെ ലൈഫിൽ ആവശ്യമായിരിക്കും. പക്ഷെ ഈ നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം ഇതിന്റെ ബൗണ്ടറി ക്ലിയർ അല്ല എന്നുള്ളതാണ്. എവിടെ വരെയാണ് ഒരു കോച്ചിന് വർക്ക് ചെയ്യാൻ പറ്റുകയാണ്, എവിടെ വരെയാണ് ഒരു മോട്ടിവേഷൻ ട്രെയിനിന്റെ ബൗണ്ടറി എന്താണെന്നുള്ളത് ക്ലിയർ അല്ല എന്നുള്ളതാണ്. പലപ്പോഴും അത് സാധാരണക്കാരുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ഡിഗ്രിയുടെ ആവശ്യം? ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും എത്തിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ എത്തിക്സ് എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കൊരു സൂപ്പർവൈസ്ഡ് ട്രെയിനിങ്ങിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. വളരെ കൃത്യമായിട്ട് ഈ എത്തിക്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ. ഇവിടെ വരെയാണ് ഒരു ക്ലയന്റും ഒരു തെറാപ്പിസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണം, ആ റിലേഷൻഷിപ്പ് എവിടെ വരെ ആയിരിക്കണം, എന്തൊക്കെ പാടില്ല എന്നുള്ളത് നമ്മൾ അങ്ങനെ ഉള്ള കണ്ടക്ട് ഉണ്ട്, അല്ലെങ്കിൽ എത്തിക്കൽ കണ്ടക്ട്സ് ഉണ്ട്. പക്ഷെ പലപ്പോഴും അതിനെക്കുറിച്ച് സാധാരണ ആൾക്കാരിൽ അതിനെക്കുറിച്ച് ധാരണ ഇല്ലാതെ വരുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ആൾക്കാര് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ഈ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും. പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം, അത്തരം ഹെൽപ്പ് സീക്ക് ചെയ്യുന്ന വ്യക്തികൾ ചൂഷണം ചെയ്യപ്പെടുക ഉള്ളത്. കാരണം അവരുടെ പ്രോബ്ലംസിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിച്ച് അതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ കൊടുക്കാതെ വരുമ്പോൾ സാധാരണഗതിയിൽ മുൻപോട്ട് പോകുന്നതോറും അത് കൂടുതൽ വഷളായിട്ട് പോകാം. അപ്പം അവിടെ നമുക്കൊരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഡൗട്ടോ കൺഫ്യൂഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സെഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ മാറ്റുന്ന ഒന്നല്ല. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് സെഷൻസ് വേണ്ടി വരാം. 8 വീക്സ് തൊട്ട് അല്ലെങ്കിൽ ഒരു 6 months വരെയൊക്കെ ആ ഒരു സെഷൻസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അപ്പം പലപ്പോഴും ഒരു സിംഗിൾ സെഷനിൽ കിട്ടുന്ന ഒരു മോട്ടിവേഷൻ മാത്രം മതിയാവില്ല പ്രശ്നത്തെ അഡ്രസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നമുക്കൊരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ഒരു ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ നമ്മൾ അവിടെ കുറച്ചും കൂടി ജാഗ്രതയോട് കൂടി പെരുമാറേണ്ടതുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന സൈക്കോളജിസ്റ്റ് എവിടെയാണ് പഠിച്ചത്, റെഗുലർ ആയിട്ടാണോ ഈ കോഴ്സ് പഠിച്ചത്, അതുപോലെ തന്നെ ഏതൊക്കെ തെറാപ്പിയിലാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ട്, ആൾക്ക് സൂപ്പർവൈസ്ഡ് ട്രെയിനിങ് ഉണ്ടോ, എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണോ എന്നൊക്കെയുള്ളത് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഒരു സൈക്കോളജിസ്റ്റിനെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
ഓക്കെ, ഇതിനോട് എനിക്ക് ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് യൂഷ്വലി ക്ലയൻസ് വരുമ്പോൾ അവർ ഫസ്റ്റ് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് പ്രശ്നമെല്ലാം മാറത്തില്ലേ, അങ്ങനത്തെ ഒരു അപ്രോച്ചിലാണ് വരുന്നത്. യൂഷ്വലി ഒരു 1 ഡേ സെഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ പരിഹരിക്കപ്പെട്ടു പോകാവുന്ന ഒരു പ്രശ്നമാണെന്നുള്ള രീതിയിലാണ് ആൾക്കാർ വരുന്നത്. പക്ഷെ സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യും, പക്ഷെ ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ്. അതാണ് ആൾക്കാർ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഫസ്റ്റ് സെഷനിൽ കാണുന്ന ഒരു മോട്ടിവേഷൻ മുന്നോട്ടില്ലെങ്കിൽ പിന്നെ അത് മുന്നോട്ട് എഫക്റ്റീവ് ആകത്തുമില്ല. ഈ തെറാപ്പിസ്റ്റും ക്ലയന്റും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമേ ആ തെറാപ്പി സെഷൻസ് എഫക്റ്റീവ് ആവത്തുള്ളൂ. തെറാപ്പിസ്റ്റ് എപ്പോൾ ഉഴക്കുന്നോ അല്ലെങ്കിൽ ക്ലയന്റ് എപ്പോൾ ഉഴക്കുന്നോ ആ ഒരു തെറാപ്പി സെഷൻ ഒരിക്കലും എഫക്റ്റീവ് ആയിട്ട് പോകത്തില്ല. സോ ആ മോട്ടിവേഷൻ അല്ലെങ്കിൽ തെറാപ്പി സെഷൻസ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൊരു ഡിസയറും ഇൻട്രസ്റ്റും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ തെറാപ്പി സെഷൻസ് എന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു കാര്യത്തിനോടനുബന്ധിച്ച് നമുക്ക് റീസെന്റ് നടന്ന ഒരു സിറ്റുവേഷൻ ഡിസ്കസ് ചെയ്യാം. അതായത് ബസ്സിൽ ഒരാള് വീഡിയോ എടുത്തു, സെക്ഷൽ വയലേഷൻ ആണ്, ഹരാസ്മെന്റ് ആണെന്നുള്ള രീതിയിൽ പോസ്റ്റ് ചെയ്തു. എന്നിട്ട് ആ ആള് ആത്മഹത്യ ചെയ്യുവാണ് ഉണ്ടായത്. അപ്പൊ ആ ഒരു വീഡിയോയിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വ്യക്തി പറഞ്ഞത് ഈ സൈക്കോളജിക്കലി ഈ ആൾ ഇങ്ങനെയാണ്, സൈക്കോളജിക്കലി ഇയാൾ അങ്ങനെയാണ്. സോ സൈക്കോളജിക്കൽ ടേംസ് ഉപയോഗിച്ചാണ് ഹരാസ് ചെയ്തു എന്ന് അവകാശപ്പെടുന്ന വ്യക്തിനെ ഡിസ്ക്രൈബ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ അവരുടെ ഇൻസ്റ്റ അക്കൗണ്ട് നോക്കുവാണെങ്കിൽ കൊടുത്തിരിക്കുന്ന ലേബലും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് എന്നാണ്. സോ ഇവിടെയാണ് നമ്മുടെ ഒരു നീഡ് മനസ്സിലാക്കേണ്ടത്. ഈ ലേബൽ കൊടുത്തു എന്ന് വെച്ചാൽ അവരൊരു സൈക്കോളജിസ്റ്റ് ആകത്തില്ല. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ക്വാളിഫിക്കേഷൻ നോക്കേണ്ടതും, ട്രെയിനിങ് എവിടെയാണ് കിട്ടിയത്, സൂപ്പർവിഷൻ ആരുടെ അണ്ടറിലാണ് ചെയ്യുന്നത്, അവർ പേഴ്സണൽ തെറാപ്പിക്ക് പോകുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഒരു എത്തിക്കൽ വയലേഷൻ ആണ് അവിടെ സംഭവിച്ചത്. സാറിന് അതിന്റെ ഒരു ഇൻസൈറ്റ്സ് എന്താണ് തരാൻ നമുക്ക്? ബേസിക്കലി നമ്മളൊരു ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒരു വർക്ക് സ്പേസ് എന്ന് പറയുന്നത് ഒരാളുടെ മെന്റൽ ഹെൽത്തിലാണ്. അത് ആ പേഴ്സന്റെ കൺസെന്റോട് കൂടിയാണ് അങ്ങനെ ഒരു ഹെൽത്ത് സീക്ക് ചെയ്യേണ്ടത്. അപ്പം അവിടെ ഈ ഒരു ഇഷ്യൂല് ആ വ്യക്തി അങ്ങനെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ആ പേഴ്സൺ ഒരു സോഷ്യൽ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യുമ്പോൾ സൈക്കോളജിസ്റ്റ് ലെവലിൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെയല്ല ഉപയോഗിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അതിലുള്ള ഒരു കാര്യം, ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി നടക്കുന്നുണ്ടെങ്കിൽ ആ ആക്ടിവിറ്റിയിൽ അഭിമാനത്തിന്റെ പേരിൽ അവിടെ വിധി എഴുതാൻ സൈക്കോളജിസ്റ്റിന് റൈറ്റ് ഇല്ല. ഇനി അത്തരത്തിലുള്ള ഒരു അലിഗേഷൻ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ ലീഗൽ സിസ്റ്റമാണ്. അപ്പൊ നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരാതിയുമായിട്ട് മുന്നോട്ട് പോയി അത് അഡ്രസ് ചെയ്യപ്പെടുകയാണ് വേണ്ടത്. ഇനി സൈക്കോളജിക്കലായിട്ടുള്ള കുറെ നോളജ് ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളെയും അങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് അൺഎത്തിക്കലാണ്. ഇപ്പം ഒരാളെ നമ്മൾ കണ്ടു ബിഹേവിയർ വെച്ചിട്ട് അയാൾക്ക് ഇന്ന രോഗമാണ് എന്ന് ലേബൽ ചെയ്യുന്നത് വളരെ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ്. അതൊരിക്കലും ഒരു അക്സെപ്റ്റഡ് ആയിട്ടുള്ള എത്തിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, തിയററ്റിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളും അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ പറയുന്ന കൃത്യമായിട്ടുള്ള ഒരു ബൗണ്ടറിയെ കുറിച്ചുള്ള ഒരു ധാരണ അതായത് ജോലിയുടെ ഒരു സൈക്കോളജിസ്റ്റ് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കൺസൾട്ടേഷൻ റൂമിലാണ് അദ്ദേഹത്തിന്റെ തിയറീസോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇന്റർവെൻഷൻസോ ഒക്കെ യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവിടെ ആയിരിക്കും അതിൽ ഇടപെടുന്നത്. സോഷ്യൽ ഇഷ്യൂസിൽ ഉറപ്പായിട്ടും സൈക്കോളജിസ്റ്റിന് അവരുടെ വാക്കുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും. പക്ഷെ ഒരാളുടെ ജീവനെ ഹനിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഒരിക്കലും ഒരു എത്തിക്കൽ പ്രാക്ടീസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പലപ്പോഴും അത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു ഫോൾട്ടും കൂടിയാണ്. കാരണം കൃത്യമായിട്ട് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരുന്നില്ല ഇതുവരെ. മുമ്പോട്ട് നമുക്ക് കുറച്ചും കൂടി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം പുതിയ നാഷണൽ അലൈഡ് ആൻഡ് ഹെൽത്ത് സയൻസിന്റെ ഒരു നിയമം അനുസരിച്ച് ഡിസ്റ്റൻസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ സ്റ്റോപ്പ് ചെയ്യുന്നത് വഴി കുറച്ചും കൂടെയൊക്കെ ഒരു എത്തിക്കൽ പ്രാക്ടീസ് ഫോളോ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ രാജ്യത്തിന് ഉചിതമായിട്ടുള്ള ഒരു എത്തിക്കൽ കണ്ടക്റ്റും വരും, അല്ലെങ്കിൽ ഒരു കോഡ് ഓഫ് എത്തിക്സും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇത്തരം മാറ്റങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് കൂടുതൽ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ പ്രാക്ടീസസ് സാധ്യമാകുന്ന എൻ്റെ ഒരു വിശ്വാസം.